കേരളത്തിന്റെ ആധ്യാത്മിക ചരിത്രത്തിലേക്ക് ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുന്ന ശാന്തിഗിരി സ്പിരിച്വൽ കോൺഗ്രസിന്റെ ഉദ്ഘാടകയായി ബ്രഹ്മകുമാരീസിന്റെ മുഖ്യപ്രശാസിക ദാദി ജാൻകിജി തിരുവനന്തപുരത്ത് വന്നെത്തി. സെപ്റ്റംബർ 9 മധ്യാഹ്നം ശാന്തിഗിരി ആശ്രമ പ്രമുഖരും ബ്രഹ്മകുമാരീസ് പരിവാരവും ദാദിജിയെ മലയാള മണ്ണിലേക്ക് വരവേറ്റു. തുടർന്ന് ദാദിജിയുടെ ആഗമന സന്ദേശം നൽകുന്നതിനായി മാധ്യമങ്ങളുമായുള്ള ആത്മീയ സംഗമം. ओम शांति. हम अंदर साइलेंस में ओम शांति करके फिर आपको जवाब दे देंगे. ദാദിജി പറയുന്നത് ഉള്ളിന്റെ ഉള്ളില് സൈലൻസിൽ ഇരുന്നിട്ട് പിന്നെ ഞാൻ മറുപടി തരാം. ये बात अच्छी बोली. भारत अभी अध्यात्मता में जा रहा है, नहीं तो असली अध्यात्म देश था. യഥാർത്ഥത്തില് ഭാരതം ആധ്യാത്മിക ദേശമായിരുന്നു. ഇപ്പൊ വീണ്ടും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. नस्ल यूथ जा रहे हैं नीचे, पर यूथ को भी इतने ऐसी गति पर लाने वाले कौन? उनके माँ बाप, उनके टीचर. ചില ആ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോകുന്നത് അച്ഛൻ, അമ്മ, ടീച്ചർ. क्योंकि मैं मैक्सिको में 74 में गई थी, 78 में गई थी. ദാദിജി മെക്സിക്കോയിലെ 78 പോയിട്ടുണ്ടായിരുന്നു. तो वहाँ यूथ यूनिवर्सिटी में मुझे बुलाया. അവിടെ യൂത്ത് യൂണിവേഴ്സിറ്റിയിലെ ദാദിജിയെ कहा तुम इनको समझाओ, इन्होंने आदत पर गई है ड्रग्स की बहुत. मैंने कहा पहले माँ बाप को, टीचर्स को बुलाओ, फिर मैं इनको समझाऊँ. ഇവരിൽ ആധ്യാത്മികത കുറഞ്ഞ് ഇവര് ഡ്രഗ്സിന്റെ ഇതിന് പുറകെ പോകുകയാണെന്ന്. അപ്പൊ ദാദിജി പറഞ്ഞു ആദ്യം മാതാപിതാ അവരുടെ അച്ഛനെ അമ്മയും ടീച്ചറെയും വിളിക്കാൻ പറഞ്ഞു. क्योंकि बच्चों में ये ड्रग्स की आदत कहाँ से पड़ी? എവിടുന്ന് വന്നു കുട്ടികളിൽ ഈ ഡ്രഗ്സിന്റെ ശീലം? जब माँ बाप को देखा होगा, टीचर्स को देखा होगा ना. അച്ഛനെ കാണുന്നു, അമ്മയെ കാണുന്നു, ടീച്ചറെ കാണുന്നു. अभी उसमें तो उस टाइम हमारा एक ही चित्र बहुत अच्छा बना था. ആ സമയത്ത് നമ്മുടെ ഒരു ചിത്രം നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. मनुष्य की 24 मूड्स कैसे होती है. മനുഷ്യന്റെ 24 മൂഡ്സ്, മനോഭാവം എങ്ങനെയൊക്കെയാണെന്നുള്ള ചിത്രം ഉണ്ടായിരുന്നു. आज आप अपने आप को साखियों को देखेंगे, घरी मूड कैसी, घरी मूड कैसी. നോക്കിക്കേ, നമ്മളെ തന്നെ നോക്കണം സാക്ഷിയായിട്ട്. ഏതൊക്കെ സമയത്ത് നമ്മുടെ മൂഡ് എങ്ങനെയൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ നോക്കണം. कभी थोड़ी खुश है, कभी चिंता में है, कभी डिजायर्स में है, कभी न खुश है, नाराजी है. ചില സമയത്ത് സന്തോഷം, ചില സമയത്ത് നമ്മൾ അസ്വസ്ഥരാകുന്നു, ചില സമയത്ത് നമ്മൾ നിരാശരാകുന്നു, ചില സമയത്ത് സന്തോഷമാകുന്നു. उस चित्र से अनेक आत्माओं को रोशनी मिली. वास्तव में मनुष्य को सोचना क्या चाहिए, करना क्या चाहिए. ആ ചിത്രത്തിലൂടെ നിറയെ പേർക്ക് ഒരു പ്രകാശം കിട്ടിയെന്ന്, മനുഷ്യൻ എന്ത് ചിന്തിക്കണം, മനുഷ്യൻ എന്ത് പറയണം എന്നത് ആ ചിത്രത്തിലൂടെ അറിയാൻ കഴിയും. अभी भारत चाहे विश्व के अंदर अध्यात्म क्या है वो अच्छी तरह से अनुभव से बताई जाती है, सिखाई भी जाती है. ഭാരതത്തിലെന്തിനെ മുഴുവൻ വിശ്വത്തിലും ആധ്യാത്മികത എന്താണ് എന്നത് പറഞ്ഞും തരുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. क्योंकि अध्यात्मता से बहुत अच्छी अंदर से अपने आप को समझने की, परमात्मा को समझने की, अपने कार्यभार को देखने की समझ मिलती है. ആധ്യാത്മികത സ്വയത്തെ കാണാനും ഈശ്വരനെ മനസ്സിലാക്കാനും നമ്മുടെ കാര്യവ്യവഹാരത്തെ നല്ലതാക്കാനുള്ള ശക്തിയാണ് കിട്ടുന്നത്, അറിവാണ് കിട്ടുന്നത്. भारत तो क्या, हिंदू, मुस्लिम, क्रिश्चियन सभी अपने धर्म को जो सच्चाई और प्रेम है वो खोए हुए है. ഭാരതം മാത്രമല്ല, ഓരോ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും അവരുടെ ആ യഥാർത്ഥത്തിനെ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. अभी हम भारतवासी ऐसा अंदर अपने आप में जो असली हमारे असली थी भारत में सच्चाई और प्रेम और आपस में एकता, धर्म भेद, जाति भेद, रंग भेद था ही नहीं, वो सब खत्म करना है. ഭാരതത്തിലുണ്ടായിരുന്ന യഥാർത്ഥ ധർമ്മം, അതായത് ഭാവഭേദം, ഭാഷ വ്യത്യാസം ഒന്നുമില്ലായിരുന്നു.
ഇപ്പം അത് വീണ്ടും കൊണ്ടുവരണം. ഈ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ ഇല്ലാതാക്കണം. പ്രപഞ്ചനാഥന്റെ നിർദ്ദേശങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ട് ദാദിജി നടത്തുന്ന വിശ്വപരിക്രമണങ്ങൾ നിരവധി. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദാദിജിയുടെ പാദസ്പർശത്താൽ ധന്യമായ 3 ദിവസങ്ങൾ നമുക്ക് ലഭിച്ചത് ജന്മസൗഭാഗ്യം, മഹാപുണ്യം. ശാന്തിഗിരി ആശ്രമത്തിന്റെ വെണ്ണക്കൽ പർണശാല ലോകത്തിന് സമർപ്പിക്കുന്ന ചടങ്ങുകൾ മഹാസംഗമങ്ങളായി പരിണമിച്ചപ്പോൾ ആ മഹാസംഗമത്തിൽ സെപ്റ്റംബർ 10-ാം തീയതി സർവമതപ്രതിനിധികളുടെ മധ്യത്തിൽ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സാരഥി പ്രകാശമാലാഖയായി അതുല്യ സാന്നിധ്യമായി മാറി. Probably the first time Her Holiness Dadiji visiting the state capital, spread over more than 150 countries. The big organization of the Ishwariya Vishwavidyalaya, Mount stationed at Mount Abu. So Dadiji's great presence for this function is a big blessing, we feel like. The General Secretary will adorn the chief guest of the day with the traditional Kerala style pannada and the director of the Shantigiri Ashramam, Swami Dharmananda Jnanatabasi, will give the humble memento from our Guru. All the dignitaries for their blessing, for their presence and for their total cooperation, for having come over here in time, for joining with us in time, and for giving us maximum support for the success of this function. We are adorning and respecting each and every guest present here. പ്രപഞ്ചനാഥന്റെ കാരുണ്യം ദാദിജിയിലൂടെ അമൃതവചനങ്ങളായി കവിഞ്ഞൊഴുകി. हम सभी बोलेंगे ओम शांति. सारी सभा में बोलो ओम शांति. देखो यहाँ आश्रम में बैठे हैं, प्यार से बोलो सभी ओम शांति. ओम शांति. अच्छा, हम मन से, मुख से सभी संतमहात्माओं का और आप सबका ओम शांति से स्वागत करती हूँ.
इतना अच्छा वायुमंडल बना हुआ है, उसमें शब्दों की बात है नहीं, क्योंकि जो हम स्वामी जी का सुन रहे थे, भावना है हमारे भारत की, जो आदि सनातन धर्म हमारा, जिसमें सुख शांति प्रेम आनंद की संपत्ति थी। भारत अभी देखने में बहुत ऐसा लगता है अमेरिका इंग्लैंड हो गया है, लेकिन भारत हमारा, मैं भारत से बाहर 74 से लेकर के विश्व भर का सेवा करने का भाग्य मिला है। परमपिता परमात्मा जो स्वामी जी कहते थे, एक है, सबका मालिक एक है। സർവധർമ്മങ്ങളും വിരൽ ചൂണ്ടുന്ന പരമാത്മാവ് ഏകനാണെന്നും ആ പരമാത്മാവിലേക്ക് എത്തിച്ചേരാൻ ഭിന്നതകൾ മറന്ന് നമ്മൾ പരിശ്രമിക്കണമെന്നും ദാദിജി നിർദ്ദേശിച്ചു. ഭാരതം വ്യത്യസ്ത സംസ്കാരങ്ങൾ കാണപ്പെടുന്ന ദേശമാണെങ്കിലും ആത്മീയതയുടെ സത്തയാണ് ഭാരതത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ആ ആത്മീയതയുടെ ആഴമനുഭവിക്കുന്നതിനായി സ്വയം തന്നിലേക്ക് തിരിയണം, ആത്മദർശനം ചെയ്യണം. ഭാഷയുടെയും ദേശത്തിന്റെയും മതവിഭാഗീയതകളുടെയും വ്യത്യാസങ്ങൾ മറന്ന് ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം എന്ന് ദാദിജി ഓർമ്മിപ്പിച്ചു. मस्जिद में गई थी, मुझे कहा अल्लाह हाँ एक ही है ना, अल्लाह ईश्वर गॉड एक है, पर अंदर से आत्मा निकले वो एक है। हम सब आत्माओं का, मनुष्य आत्मा का दुख हरता शांति दाता एक है। तो ये महान मंत्र हमारे अंदर में ओम शांति, आई एम पीस, मैं शांत हूं। ഗോഡ് ഫാദർ, അല്ലാഹ്, ഭഗവാൻ ഇങ്ങനെ പല പേരുകളിൽ വിളിക്കുന്ന ഈശ്വരൻ ഒന്നാണെന്നും ആ ഈശ്വരന്റെ സ്മൃതിയിൽ നിലകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കാം എന്നും ദാദിജി അനുസ്മരിപ്പിച്ചു. ഭഗവത് സ്മൃതിയിലൂടെ മനസ്സിലെ അഴുക്കു നീക്കി ജീവിതം ശാന്തപൂർണമാക്കി മാറ്റി പുതിയ ഒരു ലോകത്തെ വരവേൽക്കാൻ നമ്മൾ ഒരുമിക്കണമെന്ന് ദാദിജി ഉദ്ഘോഷിച്ചു. മത്സരങ്ങളുടെയും കാപട്യങ്ങളുടെയും ഈ സമയത്ത് സത്യത, പവിത്രത, നമ്രത, ഗംഭീരത തുടങ്ങിയ സദ്ഗുണങ്ങളുടെ അവതാരങ്ങളായി നമുക്ക് മാറാം എന്ന് പ്രതിജ്ഞ ചെയ്യുവാനുള്ള പ്രേരണ ദാദിജി നൽകി. निश्चय में विजय है, विश्वास है, हुआ ही परा है, जरूर होगा, कलयुग की अंत है, सत्युग स्वर्ग बना जहाँ प्यूरिटी, पीस, लव, हैप्पीनेस, पावर हो। अगर वो हमारे पास आया तो हम कौन कहाँ रहते हैं? जहाँ प्यूरिटी है, पीस है, लव है, हैप्पीनेस है, पावर है, वो अंदर में ऐसी हो जो हमारे संग रहे ना, उसको भी रंग लग जाता है। ओके, ओम शांति. അതേ ദിവസം സായാഹ്നം അനന്തപുരിയിലെ ഈശ്വരീയ പരിവാരവുമായി ഒരു അപൂർവ കൂടിക്കാഴ്ചയ്ക്കായി കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിലേക്ക് പരിവാര സമേതം ദാദിജി എഴുന്നള്ളി. स्वागत है, स्वागत है, स्वागत है. ഈ ഈശ്വരീയ യജ്ഞത്തിലെ നിത്യസാധകരായ രാജയോഗികളുമായി ദാദിജി മഹാമിലനം നടത്തി. हम सबका घर भी एक ही है, शांति धाम. മാത്രമല്ല ശക്തി ലഭിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട് ഒന്നാണ്, ശാന്തിധാമം. तो सबको पता है ना,
हम आत्मा है, परमात्मा मेरा बाप है, घर हमारा शांति धाम है. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ 3 രഹസ്യങ്ങൾ. നമ്മൾ ആത്മാവാണ്, പരമാത്മാ നമ്മുടെ അച്ഛനാണ്, ശാന്തിധാമമാണ് നമ്മുടെ വീട്. परमात्मा को हम कहते हैं परम आत्मा, परम पिता परमात्मा. वो हमारा माता है, पिता है, शिक्षक है, सखा है, सतगुरु है. പരമമായ ആത്മാവ് നമ്മുടെ അച്ഛനാണ്, അമ്മയാണ്, സഖാവാണ്, സദ്ഗുരുവാണ്, എല്ലാമാണ്. ഇന്ന് സെപ്റ്റംബർ 11. ദാദിജി കേരളത്തിൽ 3-ാം ദിവസം. തിരുവനന്തപുരത്ത് വരും കാലങ്ങളിൽ വസന്തം വിരിക്കാനായി ആത്മീയ സ്ഥിരാകേന്ദ്രമായി മാറാനിരിക്കുന്ന ശിവചിന്തൻ ഭവനത്തിൽ ദാദിജി സന്ദർശിച്ചു. സമയം മധ്യാഹ്നം. മലയാള മണ്ണിൽ സൗഭാഗ്യങ്ങളുടെ പൂമഴ പെയ്യിച്ചുകൊണ്ട് പ്രകാശം പരത്തുന്ന ആ മാലാഖ തന്റെ ദൗത്യം വിശ്വമെമ്പാടും വ്യാപിപ്പിക്കുന്നതിനായി പറന്നകന്നു.